ഇതെന്ന് ബുക്ക് ചെയ്തതാ ഇപ്പൊ കിട്ടാനും വേണ്ട 1.5 ലക്ഷം ഡൗൺ പേയ്മെന്റ് അടച്ചു. അപ്പൊ എത്ര അടവ് വരുന്നത് എനിക്ക് 2 വർഷത്തേക്ക് സിംഗിൾ സ്ട്രെച്ചിൽ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു. പക്ഷെ തൃശ്ശൂർ ചെന്നിട്ട് ഞാനൊന്ന് ഹോൾട്ട് എടുത്തു. ടെസ്റ്റ് റൈഡ് എടുക്കാണ്ട് അത് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കംഫർട്ട് എങ്ങനെയുണ്ട്? ബാക്കിയുള്ളവർ പൊട്ടിപ്പൊളിഞ്ഞ് റോഡിൽ കൂടെ പോകാൻ പേടിക്കുമ്പോഴത്തേന് നമ്മൾ ആ സമയത്ത് അതിൽ കൂടെ ഊന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇത് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷനിലോട്ട് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ നിൽക്കട്ടെ, എനിക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് അറിയാണ്ട് പറയാനുണ്ട്. ഞാൻ റോണിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമ്പം എൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരാണ്. TVS ആണ്, TVSനെ പ്രൊമോട്ട് ചെയ്യാണ്, ആരെങ്കിലും TVSന്റെ വണ്ടി എടുക്കോ, ഇതേ ആളുകൾ തന്നെ ഈ വണ്ടി എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത്രയും TVS ഫാൻസ് പൊട്ടിമാറ്റി വന്നത്. പണ്ട് ഒരു വണ്ടി എടുക്കാൻ പോകുന്നവനോട് ഈ TVSോ ഇങ്ങനെ റിയാക്ഷൻ ഇട്ടോര് വരെയും ഇപ്പൊ ഷോറൂമിന്റെ മുന്നിൽ ക്യൂവാ. ഇതിന് ചീപ്പായിട്ട് എക്സ്പൾസ് കിട്ടും. പക്ഷെങ്കിൽ എക്സ്പൾസ് ഞാൻ കുറെ റിസർച്ച് ചെയ്തപ്പോഴത്തേന് അത് ഞാൻ ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയുമല്ല. അവിടെ സ്പെയർ പാർട്സും കാര്യങ്ങളുടെ അതിലധികം ഫോക്കസ് ചെയ്യണ്ട. അപ്പോൾ വിചാരിക്കും ഇനി ഇത് TVS കാശ് പോക്കറ്റിലോട്ട് തള്ളിയിട്ട് ഹീറോയ്ക്ക് ഇട്ട് പറയിപ്പിക്കാൻ. അത് വണ്ടിയുടെ കാര്യം അത് വേറെ വീഡിയോ. ആ വണ്ടി കൂടെ കൈ കിട്ടിയിട്ട് നമുക്ക് പറയാം. എന്നാൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ അടുത്തത് പറയുമ്പോൾ പിന്നെ RTX 300 എടുത്തു. നാട്ടിലെല്ലാവരും തപ്പി നടക്കുന്ന ഒരു ഐറ്റം. എങ്ങനെ കിട്ടിയത്? ഇപ്പോൾ ഞാൻ ഒപ്പിച്ചു. എങ്ങനെ ഒപ്പിച്ചു? ഇതിപ്പം എന്നാ കിട്ടിയേ? ഇപ്പൊ കിട്ടിയിട്ട് 4 ദിവസമാകുന്നു, 4-5 ദിവസമാകുന്നു. ഞാൻ ആക്ച്വലി ഡെലിവറി എടുക്കാൻ താമസിച്ചു. പക്ഷെ നമ്മൾ ഷോറൂമിൽ വന്നിട്ട് 2 ആഴ്ചയായി. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും വണ്ടി ഇപ്പൊ ഒന്ന് കയ്യിലോട്ട് കിട്ടിയാന്ന് ഇയാൾ 2 ആഴ്ച എന്ത് കൊടുക്കുമായിരുന്നു? അങ്ങനെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ എടുത്ത ഗിഫ്റ്റാ. സെൽഫ് ലവ്. ഇതെന്ന് ബുക്ക് ചെയ്താ ഇപ്പൊ കിട്ടാനും വേണ്ട? നമ്മളന്ന് തന്നെ നീ ഷിമിലേക്ക് പോയപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു വണ്ടി എങ്ങനെ ഉണ്ട്, കൊള്ളാന്ന് പറഞ്ഞു. എന്നാ ഓപ്പൺ ആയപ്പോഴേ ബുക്ക് ചെയ്തു. അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞു ബുക്ക് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴെല്ലാം കിട്ടിയല്ല കാണാറുണ്ട്. ഫസ്റ്റ് ബൈക്കാ? ഫസ്റ്റ് ബൈക്ക്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ബൈക്ക്? ഫസ്റ്റ് ബൈക്കിന്റെ കാര്യത്തിൽ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ലൈഫിൽ ഞാനിത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. അത്രയൊക്കെ പറയാറായോ? എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ? 800. 4 ദിവസം കൊണ്ട് 800 കിലോമീറ്റർ. എങ്ങനെയായിരുന്നു 800 എത്തിച്ചത്? പെട്ടെന്നാണ് 4 ദിവസം കൊണ്ട് 800 ഈസ് ക്യുക്ക്. അപ്പം നമുക്കറിയാമല്ലോ, നമുക്കറിയാം, നാട്ടുകാരറിയട്ടെ, പറയല്ല. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാനത് ചെയ്യുമെന്ന് നിനക്ക് അറിയാതെ നിനക്ക് നീ എടുത്താലും നീ ഇവൻ ഒറ്റ ദിവസം കൊണ്ട് 800 തീർക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇവൻ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനത് നേരെ കോഴിക്കോട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. സോ ആ ഒരു രീതിക്ക് എന്താ കോഴിക്കോട് വർക്ക്? മനസ്സിലാവുന്നുണ്ട്. വണ്ടി എടുത്തു, EMI അടയ്ക്കുന്നു. അയ്യോ, അതിലൊക്കെ കാറ് കയറിപ്പോയി. ഞാൻ വണ്ടിക്ക് എത്ര രൂപ? വണ്ടിക്ക് 2.75 ഓൺ റോഡ്. അപ്പോൾ ഇത് ഫുൾ ക്യാഷോ? ഇല്ല, ഞാൻ ഹാഫ് ക്യാഷോ ഹാഫ് EMIക്കും സെറ്റാക്കി. എത്ര രൂപ ക്യാഷ് കൊടുത്തു? 1.5 ലക്ഷം ഡൗൺ പേയ്മെന്റ് അടച്ചു. അപ്പോൾ എത്ര അടവ് വരുന്നത് എനിക്ക് 2 വർഷത്തേക്ക് 6000 വെച്ച് മാസം. അപ്പം അത് അടച്ചു കഴിയുമ്പോൾ എനിക്കിതൊരു 3 ലക്ഷത്തിനടുത്താവും പലിശയൊക്കെ ആയിട്ട്. 3 ആവും. അപ്പോൾ ഇത് ടോപ്പ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ് ബ്ലാക്ക് കളർ. അപ്പം കോഴിക്കോട് വർക്കിന് പോയി. ഇവിടുന്ന് കോഴിക്കോട് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 275 കിലോമീറ്റർ വീട്ടിൽ നിന്ന്. സിംഗിൾ സെറ്റിൽ അങ്ങോട്ട് പോയോ? സിംഗിൾ സ്ട്രെച്ചിൽ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു. പക്ഷെ തൃശ്ശൂർ ചെന്നിട്ട് ഞാനൊന്ന് ഹോൾട്ട് എടുത്തു. എന്തോ അത് അതിപ്പോ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയിട്ട് എടുത്തതാണോ അതോ ബുദ്ധിമുട്ട് എടുത്തിട്ടൊന്നും? ഒന്നാമത് നമ്മൾ ഓൾ കേരള പോയപ്പോഴാണ് ഞാൻ ആ ഒരു ലോങ് സ്ട്രെച്ച് അടിക്കുന്നത്. 400 കിലോമീറ്റർ നമ്മൾ അടിച്ചത് ആദ്യമായിട്ട്. അത് റോണിലേല്. അതൊന്നും ആലോചിച്ചാൽ 80-80 അടിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഇതെന്റെ രണ്ടാമത്തെയാണ് ലോങ് സ്ട്രെച്ച് പോയത്. അതിനകത്ത് ഞാൻ തൃശ്ശൂരിൽ ഒരു ബ്രേക്ക് എടുത്തു. ഇപ്പൊ തൃശ്ശൂർ വരെ ചെന്നപ്പോൾ തൃശ്ശൂർ വരെ ഇവിടുന്ന് എത്ര കിലോമീറ്റർ? 170 സംതിങ് 170 150 അങ്ങാണ്ടാണ്. എറണാകുളം വരെ 135 ആണ്. അപ്പോൾ അത്രയും ഞാൻ സിംഗിൾ സ്ട്രെച്ചിൽ പോയി അവിടെ ബ്രേക്ക് എടുത്തു. അതും ഒരു അരമണിക്കൂർ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു. എന്നിട്ട് പിന്നെ നേരെ കോഴിക്കോട് വിട്ടു. അത് ഭയങ്കര രസമായിരുന്നു. തൃശ്ശൂർ വരെ ഞാൻ സിറ്റിക്കകത്തുനിന്ന് പോയി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി എന്നല്ല, സിറ്റിക്കകത്തുനിന്നാണ് പോയത്. കോഴിക്കോട് ചെന്ന് വെച്ച് 3 വരി പാത കിട്ടി. പിന്നെ വിഷയമായിരുന്നു. ഷടപടേ എന്ന സ്ഥലങ്ങളൊക്കെ കവറപ്പായിട്ട് പെട്ടെന്നാണ് എത്തിയത്. ഇനിഷ്യൽ ഇംപ്രഷൻ ഇത് ഓടിച്ചിട്ടില്ല ഇതുവരെ? നീ ടെസ്റ്റ് റൈഡ് പോലും ചെയ്യാണ്ടാണ് എടുത്തത്? ടെസ്റ്റ് റൈഡിങ്ങും ഇല്ല, വണ്ടി പോലും കിട്ടുന്നില്ല, എല്ലാം ഡെലിവറി ബുക്കിംഗ് വണ്ടീസാണ്. ടെസ്റ്റ് റൈഡ് എടുക്കാണ്ട് അത് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ എനിക്ക് ഫീൽ ചെയ്തത് ഇത് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ? ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ നിന്നോട് നല്ല രീതിയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ ബ്രെയിനകത്ത് ഫിക്സഡ് ആയിരുന്നു. അതായത് എഞ്ചിനും നമുക്ക് തമ്മിലുള്ള ഒരു കണക്ഷന് ചിലപ്പം കുറച്ചുകൂടെ റെസ്പോൺസ് കുറവാണ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ. അതേ സെയിം സാധനം തന്നെയാണ് ഫീലും ചെയ്തത്. ഓക്കെ, എന്തോ ഒരു റെസ്പോൺസ് കുറവുള്ളത് പോലെ തോന്നും. ത്രോട്ടിലും എഞ്ചിനും അങ്ങനെ ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷേങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തെ അത് സെറ്റായി. വൈബ്രേഷൻ ഇല്ല, ഹീറ്റ് ഇല്ല. അതൊക്കെ പറഞ്ഞപ്പോഴത്തെ ഞാൻ ഒട്ടും പോടാ 300 cc അല്ലേ, RTR ഒക്കെ എനിക്ക് ചെറുതായിട്ട് ഹീറ്റ് അടിക്കാറുണ്ടല്ലോ. പിന്നെ ഇതിന് നീ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു തന്നു ഡ്യുവൽ കൂളിംഗ്, ജാക്കറ്റിംഗ്, മറ്റേത് പരിപാടി എല്ലാം ഉണ്ടെന്നുള്ളത്. പറഞ്ഞപ്പോൾ വിശ്വാസമായില്ല. പക്ഷെ ഓടിച്ച് നോക്കിയപ്പോൾ ശരി. ഞാൻ ആദ്യം ഓടിച്ചപ്പോൾ കണക്ഷൻ നിനക്ക് തോന്നിയോ? എടുത്ത് ഓടിച്ചപ്പോഴേ നിനക്ക് ഇപ്പം വണ്ടിയായിട്ട് ഭയങ്കര കണക്ഷൻ തോന്നിയോ? തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന എങ്ങനെ ഒരു 5 മിനിറ്റ് അങ്ങനെയല്ല. അങ്ങനെ ഓടിച്ചപ്പോൾ എങ്ങനെ ഇത് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വർക്കൗട്ട് ആയില്ലായിരുന്നു. അതല്ലേ
വർക്കൗട്ട് ആയില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ നീ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആദ്യം വർക്കൗട്ട് ആയില്ല. പക്ഷെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇതിൽ ആ വണ്ടിയുമായിട്ട് നമുക്ക് ഇതാവും. ഓക്കെ, അതാണ് എനിക്ക് അറിയേണ്ടത്. ഇംപ്രസ്ഡ് ആയിരുന്നോ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ തോന്നിയോ? ഇല്ല, ഞാൻ ആക്ച്വലി ഇംപ്രസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ RTR 310 നമ്മൾ ഓടിച്ചായിരുന്നു. അത് ഭയങ്കരമായിട്ട് എന്നെ പേടിപ്പിക്കുകയും ചെയ്തു കൂട്ടത്തിൽ തന്നെ. പക്ഷെ അത് പൊളിയായിരുന്നു. എന്നുള്ള രീതിയിലായിരുന്നു വണ്ടിയാണ്. പക്ഷെ ഇത് അങ്ങനല്ലായിരുന്നു. ഇത് നീ കൊടുത്താലേ തെറിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. അത് അങ്ങനല്ലായിരുന്നു. അത് നീ കൊടുത്താലും ആ രീതിയിൽ. ഓക്കെ, അപ്പൊ RTR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിനക്ക് ഇത് കുറച്ചുകൂടെ സോഫ്റ്റ് ഡൗൺ ആയിട്ടാണ്, സെറ്റിൽഡ് ആയിട്ടാണ് തോന്നുന്നത്. കംഫർട്ട് എങ്ങനെയുണ്ട്? കിട്ടില്ല കംഫർട്ട്. ഇതിനിപ്പം BTOടെ കൂട്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ സ്റ്റോക്ക് സസ്പെൻഷൻ എങ്ങനെ? കാരണം ഞാൻ BTO ആണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഓടിച്ചിട്ടുള്ളത്. കച്ചിൽ ഓടിച്ചത് തന്നെ, ഷിംലയിൽ ഓടിച്ചത് തന്നെ. ബേസിന്റെ സസ്പെൻഷൻ, ഇതിന്റെ സസ്പെൻഷൻ ഓക്കോ ഇഷാണ്. അത് നമുക്ക്, അതായത് പ്രൊഫഷണലി മൾട്ടിപ്പിൾ വണ്ടികളൊക്കെ എല്ലാം ഓടിച്ച് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവും, ഡിഫറൻസ് മനസ്സിലാവും. പക്ഷെ ടോട്ടലി ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അവന് ഒരു പ്രശ്നവും തോന്നാൻ പോകുന്നില്ല. അവൻ ടോട്ടലി ഹാപ്പി ആയിരിക്കും. അറ്റ്ലീസ്റ്റ് അവൻ ഒരു 4-5 300cc കാറ്റഗറി ADV 3KTM 390 അങ്ങനെയൊക്കെ കണ്ടിന്യൂസ്ലി അവൻ യൂസ് ടു ആയിരിക്കണം, എന്നാലേ അവൻ അത് അറിയുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇതിന് 180 ഉള്ളൂ ട്രാവൽ, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഈ സെഗ്മെന്റിലെ വണ്ടികളുമായിട്ട് ഇപ്പോൾ 220 ഒക്കെ ഉണ്ട്, നമ്മുടെ ഹിമാലയൻ പോലത്തെ വണ്ടികൾക്കൊക്കെ ട്രാവലും കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അത് നിനക്ക് എന്താ തോന്നിയത്? നമ്മൾ നോർമൽ യൂസ് ഒരാൾ സാധാരണ ഇത് എടുക്കുന്ന ഒരാൾ ഉപയോഗിക്കുന്ന ഉപയോഗത്തിന് ഇത് ചുമ്മാ കയറി കല്ലിൻ്റെ മണ്ട കൂടെ ചാടിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ അതൊന്നും ബാധകമുള്ള കാര്യമേ അല്ല. ഇനി ഇവന്ത കല്ലിൻ്റെ മണ്ട കൂടെ ചാടിക്കുവാണെങ്കിൽ അത് അന്നേരം അറിയത്തുള്ളൂ. പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന വഴിയാണ്, അതിനൊന്നും ഉള്ള ആയിട്ടില്ല. മൊത്തം ഹൈവേ യൂസ്, ഹൈവേ പ്ലസ് നോർമൽ ഡെയിലി ടൈപ്പ് ഓഫ് യൂസ്. ഓക്കെ, അതിനെങ്ങനെയുണ്ട്? ഓ, അത് വിഷയമാണ്. ഫസ്റ്റ് ടൈം ഞാൻ ADV ബൈക്ക്, നമ്മൾ AD ബൈക്ക് എല്ലാ ദിവസവുമായിട്ട് അങ്ങനെ യൂസ് ഇട്ടുമല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇത് പക്ഷേ ലൈഫിന്റെ ഒരു പാർട്ടായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വേറൊരു രസമാണ്. അതിന്റെ സുഖം മനസ്സിലായി. അതിന്റെ സുഖം വേറൊരു രസമാണ്. കാരണം ബാക്കിയുള്ളവർ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ പോകാൻ പേടിക്കുമ്പോഴത്തേന് നമ്മൾ ആ സമയത്ത് അതിൽ കൂടെ ഊന്ന് പറഞ്ഞു പോകുന്നതാണ് ഈസിലി, ഭയങ്കര ഈസി. കംഫോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കംഫോർട്ടാണ് തരുന്നത്. ഇങ്ങനെ അങ്ങ് പൊക്കോളും, ഒന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് എണ്ണിച്ച് കൊടുത്താൽ മതി. എന്നാൽ നടുവിനിട്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അടിയൊന്നും തരത്തില്ല. പ്രോപ്പർ ആയിട്ടാണ് അത് അടിച്ചു, ബാലൻസ് ഔട്ടായി കഴിഞ്ഞു. നമുക്ക് കിട്ടത്തില്ല. വണ്ടി ഇങ്ങനെ പോകുന്നത് അറിയാവുന്നതേ, നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല. ഇത് അല്ല സീറ്റിലോട്ട് അടി തരിക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് അല്ലേ അതുപോലത്തെ ഒരു കട്ടിങ് കയറിയാലേ നിങ്ങൾക്ക് സീറ്റ് വരെ എത്തുന്നുള്ളൂ. അപ്പോഴത്തേന് നിങ്ങൾ എണ്ണിച്ചങ്ങ് നിൽക്കും. അപ്പോൾ അതും ഇല്ല. ഇപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ ഓർമ്മ വന്നത്, എക്സ്പൾസ് 210 ഉണ്ട്, 200 4V ഉണ്ട്, KTM ADV 250 ഉണ്ട്, ഇവൻ 390X അതെല്ലാം ഉണ്ട്. മറ്റേ S-ലോട്ടും XR-ലോട്ടും ഞാൻ പോകുന്നില്ല, അതവിടെ എനിക്കട്ടെ. V-Strom 250 ഇതിന്റെ ഒരു സ്ട്രോങ് കോമ്പറ്റീറ്റർ. ഇത്രയും വണ്ടികൾ ഉണ്ടായിട്ടും ടെസ്റ്റ് പോലും ചെയ്യാണ്ട് നീ ഈ വണ്ടി എടുക്കാൻ കാര്യം എന്താ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ നമുക്ക് സെൻസിബിൾ ആയിട്ട് തോന്നുമല്ലോ. ഇന്ന കാരണം മൊത്തം സെൻസിബിൾ അല്ലേ ഈ വണ്ടി? നിനക്കത് ഇപ്പൊ ഇതിൽ അത്രയ്ക്ക് നിനക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുമ്പോഴത്തേന് ഗ്രാജുവൽ ആയിട്ടുള്ള കയറുന്ന സ്പീഡ്, അത് വിട നീ ഓടിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ ഈ ഡിസിഷൻ, ഇത് എടുക്കണം, ഇത് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷനിലോട്ട് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൈസ് ഒരു ഫാക്ടറാണ്, മെയിൻ ഒരു ഫാക്ടർ. ഈ വണ്ടി എനിക്ക് അവിടെ നിൽക്കട്ടെ, എനിക്ക് 2-3 കാര്യങ്ങൾ എനിക്ക് ആശയമായിട്ട് പറയാനുണ്ട്. ഞാൻ റോണിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമ്പം എൻ്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരാണ്. TVS ആണ്, TVSനെ പ്രൊമോട്ട് ചെയ്യാണ്, ആരെങ്കിലും TVSന്റെ വണ്ടി എടുക്കോ. ഇതേ ആളുകൾ തന്നെ ഈ വണ്ടി 1.99 lakhs എന്നുള്ള എക്സ്ഷോറൂം പ്രൈസ് എടുത്തേക്ക് एकदम वक्त बदल दी, जिस बात बदल दी है जिंदगी बदल दी। ओ भाई मारो मुझे, मारो मुझे, मारो नहीं, ये मजाक हो रहा है। एक सेकंड यार, मजाक हो रहा है. ഒരു ബ്രാൻഡിനോടുള്ള വെറുപ്പൊന്നും അല്ല. നല്ലൊരു മോഡൽ ഇറക്കിയാൽ അത് ഏത് ബ്രാൻഡാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തോന്നിയ ആൾ വാങ്ങിക്കും. അവിടെ അവന് റിലയബിലിറ്റി വിഷയമില്ല. ഈ വണ്ടി എടുത്തിട്ടുള്ളതിൽ 99% ആളുകൾ ഇത് ടെസ്റ്റ് റൈഡ് എടുക്കാണ്ട് എടുത്തേക്കുന്നത് ആണോ? പിന്നെ അല്ലാണ്ട് ഒരിടത്ത് ടെസ്റ്റ് റൈഡ് വണ്ടിയില്ല, മീഡിയ വണ്ടി പോലും ഇല്ലെങ്ങും. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത് ഹോണ്ടയല്ല, യമഹയല്ല, സുസുക്കി അല്ല, TVS അല്ലയോ? എന്നിട്ട് എന്തിനാ ഈ ബ്ലൈൻഡ് വിശ്വാസം? നമുക്ക് പൈസ തരുന്നൊക്കെ പറയാം. ഈ വാങ്ങിച്ചവർക്കൊക്കെ എന്താ TVS വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടാണോ? അതും 3 മാസം 4 മാസം 5 മാസം ഒക്കെ ബുക്കിംഗ് എടുക്കുന്നവരുണ്ട്. മക്കളെ ഇത്രേ ഉള്ളൂ, കൂടുതൽ അല്ലാണ്ട് ഇത് കാണുമ്പോൾ ഈ ഒന്നാമത്തെ കാര്യം, ഒരു വണ്ടിയും കിണ്ടിയും ഒന്നും വാങ്ങിക്കാത്തവന്മാരാണ് ഇരുന്ന് ഇങ്ങനത്തെ കമന്റുകൾ അടിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. അതായത് എനിക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ കാത്തിരിക്കുകയായിരുന്നു. കാരണം നമ്മളൊരു ജെന്യൂൻ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്ക് ഭയങ്കര അത് ഇപ്പം ഓക്കെ, ആ ബ്രാൻഡ് നീനൊക്കെ ഇപ്പം ഹോണ്ട ഇഷ്ടമല്ല, ഞാൻ ഹോണ്ടയെ പറ്റി നല്ല പറഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ ചൊറി, നീ അത് എക്സ്പീരിയൻസ് പോലും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് ഇങ്ങനെയാണ്. അതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്ന റോഡിനെ പറ്റി പറയുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ ആളുകൾ അല്ലെങ്കിൽ ഇതിലൊരു എനിക്കറിഞ്ഞൂടെ ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത്രയും TVS ഫാൻസ് പൊട്ടിമാറ്റി വന്നത്. പണ്ട് ഒരു വണ്ടി എടുക്കാൻ പോകുന്നവനോട് ഈ TVSോ ഇങ്ങനെ റിയാക്ഷൻ ഇട്ടോര് വരെയും
ഇപ്പൊ ഷോറൂമിന്റെ മുന്നിൽ ക്യൂവാ. ഓ ഒന്ന് കാണാനെങ്കിലും കിട്ടുമോ? സത്യം സത്യം സത്യം. ഇത് ഞാൻ പറയും, ഇത് ആർക്കൊക്കെ എന്തൊക്കെ ഹെയ്റ്റ് തോന്നിയെന്ന് പറഞ്ഞാലും ഇത് ഞാൻ പറയും, ഇത് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്. ഇത് നമ്മുടെ ഇന്ത്യക്കാരുടെ മെന്റാലിറ്റിയാണ്, നമ്മുടെ ഇന്ത്യക്കാരുടെ മൈൻഡ് സെറ്റ് ആണിത്. ഒന്നിനെ ആദ്യമേ പ്രീ ജഡ്ജ് ചെയ്യുക. പക്ഷെ നമുക്ക് ഗുണമെന്ന് കാണുമ്പോഴത്തേക്ക് അതിനെ കുഴപ്പമില്ല അത് നടക്കട്ടെ. ഭയങ്കര റോങ്, അങ്ങനൊന്നും ചെയ്യരുത്. കണ്ടിന്യൂ. ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ ബേസ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പറഞ്ഞു പ്രൈസ് ഒരു വലിയ ഫാക്ടറാണ്. പ്രൈസ് ചെയ്യാൻ നോക്കി, ഇനി പോട്ടെ പ്രൈസ് ചെയ്യാൻ ഫാക്ടർ ആക്കുന്നില്ല, എനിക്ക് ഇതിലും ചീപ്പായിട്ട് എക്സ്പൾസ് കിട്ടും. അതെ അതെ, ഇതിലും ചീപ്പായിട്ട് എക്സ്പൾസ് കിട്ടും. പക്ഷേങ്കിൽ എക്സ്പൾസ് ചെയ്യാൻ കുറേ റിസർച്ച് ചെയ്തപ്പോഴത്തേന് അത് ഞാൻ ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയുമല്ല, അത് ആക്ച്വലി ഒരു ചീപ്പ് ബൈക്കാണ്. ചീപ്പ് ഇൻ ദ സെൻസ് ലിറ്ററലി ചീപ്പ്. ഓ ദാറ്റ്സ് എ സെൻസിറ്റീവ്. സെൻസിറ്റീവ് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് ഒഫൻഡ് ആവരുത്. നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓക്കെ ഫൈൻ. പക്ഷേ എക്സ്പൾസ് ഒരു ചീപ്പ് ബൈക്കാണ്, അത് മനസ്സിലാക്കുക. അതിന്റെ പെയർ പാർട്സ് ചീപ്പാണ്, അതിന്റെ കമ്പോണൻസ് ചീപ്പാണ്, അതിന്റെ ക്വാളിറ്റി ചീപ്പാണ്. അതുകൊണ്ട് അത്ര ചീപ്പ് പ്രൈസിൽ കിട്ടുന്നു. അഫോർഡബിൾ പറയാൻ പറ്റില്ല. ദിസ് വൺ ഈസ് അഫോർഡബിൾ. ആ ഒരു രീതിയിൽ, ആ ഒരു സെൻസിബിലിറ്റി ഉള്ള രീതിയിൽ. അതുകൂടാതെ എനിക്ക് എക്സ്പൾസ് മേടിച്ചിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഓൺ ആക്കിയിട്ട് എനിക്ക് ലോങ് ഡ്രൈവ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് അവിടെ. അതിപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഇറങ്ങി നീ 800 ഓടിച്ചുള്ളൂ. ആരും എനിക്ക് തോന്നുന്നില്ല ഇതൊരു 5000 കിലോമീറ്റർ മേളിൽ ഓടിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഏതോ ആരൊക്കെ ലഡാക്ക് അവിടെ പോയ റീൽസ് ഞാൻ കാണുന്നുണ്ട്. അതും ഒരു സെക്കൻഡ് സർവീസ് പോലും ആയിട്ടില്ല വണ്ടികൾ. 5000 ആ റേഞ്ചിൽ നിൽക്കുള്ളൂ. സോ ടിൽ ദാറ്റ് സ്റ്റേജ് ഇറ്റ് ഈസ് റിലയബിൾ എനിക്ക് തോന്നുന്നു. കാരണം എങ്ങൊന്നും അത്രയ്ക്ക് ഒരു മേജർ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ട്രസ്റ്റ് വർത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ഓൾറെഡി ഞാനൊരു TVS പ്രോഡക്റ്റ് ഓൺ ചെയ്യുന്നുണ്ട്. TVS പൊതുവെ അങ്ങനെ റിലയബിലിറ്റിയിൽ അത്ര മോശം കാണിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. സർവീസ് അവരുടെ പരശോകമാണ്. പരശോകമാണ്. അത് അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് മുടിച്ച വണ്ടികൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ക്വാളിറ്റി വൈസ് ഒരു TVS നമ്മളെ വഴി കടത്തി എന്നുള്ളത് ഞാൻ അധികം കേട്ടില്ല. അപ്പം അതാണ് ഒരു പോയിന്റ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി കണ്ടിന്യൂ. അതൊരു പോയിന്റാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഞാൻ ഈ ഒരു ഫീൽഡിനകത്തായ കാരണത്താൽ എനിക്ക് അറിയാം വണ്ടിക്ക് സർവീസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഹീറോയുടെ കാര്യത്തിൽ നോക്കും, അല്ലെ എക്സ്പൾസിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അവിടെ സ്പെയർ പാർട്സും കാര്യങ്ങളുടെ അതിലധികം ഫോക്കസ് ചെയ്യണ്ട. അപ്പോൾ വിചാരിക്കും ഇനി ഇത് TVS കാശ് പോക്കറ്റിലോട്ട് തള്ളിയിട്ട് ഹീറോയ്ക്ക് ഇട്ട് പറയിപ്പിക്കാൻ. അത് വണ്ടിയുടെ കാര്യം അത് വേറെ വീഡിയോ. ആ വണ്ടി കൂടെ കൈ കിട്ടിയിട്ട് നമുക്ക് പറയാം. എന്നാൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ അടുത്തത് പറയുമ്പോൾ പിന്നെ എനിക്ക് ഓപ്ഷൻ ഉള്ള ഹിമാലയൻ ആയിരുന്നു. ബിജിയുടെ ഹിമാലയനും ഓടിച്ച് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ ഹിമാലയൻ അങ്ങ് എടുത്താൽ പോരെ എന്നുള്ളത്. ഭയങ്കര തന്നെയായിരുന്നു, സെറ്റ് ആയിരുന്നു എന്നുള്ളത്. അതും പുത്തനല്ല, സെക്കൻഡ് ഹാൻഡ്. പുത്തൻ ഓൾമോസ്റ്റ് ഒരു 5 lakhs മേളിൽ പോകുന്നുണ്ട്. 4.5 lakhs അടുത്ത് ഇപ്പൊ പോകുന്നുണ്ട്. അത്ര ആവുന്നുണ്ട്. അപ്പോൾ എനിക്കതൊട്ടും അത് അഫോർഡബിൾ അല്ല. 3 ലക്ഷത്തിന് ആ ഒരു വിലയ്ക്ക് സെറ്റാണ്. പുതിയത് എടുക്കുന്നവനാണെങ്കിലും അവൻ ഹാപ്പി ആയിരിക്കും. ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അതില്ല, ആ ഒരു കാര്യത്തിൽ സെറ്റാണ്. സസ്പെൻഷൻ വൈസ് സെറ്റാണ്, എല്ലാം സെറ്റാണ്. പക്ഷേ വെയിറ്റ് ആണ്. നിനക്ക് ആ ഹിമാലയൻ ഓടിച്ചിട്ട് ഇത് ഓടിച്ചപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? നീ ഇത് ഡെലിവറി എടുക്കുന്നതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 week മുമ്പാണ് അവന്റെ ഹിമാലയൻ കൊച്ചി വരെ ഓടിച്ചത്. അപ്പൊ അത് അന്നിട്ട് ഇതിലോട്ട് പെട്ടെന്ന് മാറിയപ്പോ എന്തോ ഫീൽ ചെയ്തത്? ഹിമാലയൻ ഓടിച്ചപ്പോൾ ഹിമാലയൻ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും അതിന് തലേ ദിവസം നമ്മൾ മറ്റേ ട്രയംപ് ആയിരുന്നു ഓടിച്ചത്. ഓ ശരി, ആ പരിപാടിക്ക് പോയിട്ട് ട്രയംപ് 800 ആയിരുന്നു. ടൈഗർ 900 ഓടിച്ചിട്ട് ഇരിക്കുകയാണ്. അത് ഹെവിയാണ്, ലിറ്ററലി ഹെവിയാണ്. എനിക്കത് എണ്ണീച്ചിട്ട് നേരെയാക്കാൻ പറ്റാത്ത ഒരു വണ്ടിയായിരുന്നു അത്. അപ്പോൾ പിന്നെ ഇഷ്യൂസ് കൂടെ ഉണ്ട്. പോട്ടെ, വണ്ടിയുടെ കുറ്റമല്ല ഞാൻ പറഞ്ഞത്. മീൻസ് അതാണ് ഹെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ, അവളാണ് ഹെവി. എന്താ വണ്ടി ഹെവി ബൈക്ക്. ഓക്കെ, അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഹിമാലയൻ ഓടിച്ചപ്പോഴത്തേന് ഇത് ഹെവി ഒന്നും അല്ലല്ലോ എന്നായിരുന്നു മൈൻഡിനകത്തിരുന്നത്. അത് കഴിഞ്ഞ് ഇത് ആക്ച്വലി ഹിമാലയൻ ഹെവി ആണെങ്കിലും അതിന്റെ ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അല്ല. ഇത് പക്ഷേ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെറ്റാണ്. ഓരോ കോർണർ എൻട്രി എടുത്തപ്പോഴും വണ്ടി കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഹിമാലയനിലും പറ്റും, പക്ഷെങ്കിൽ ആ വെയിറ്റ് നമ്മൾ അവിടെ അറിയും. ഞാൻ ആ എഫേർട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അത് റിവ്യൂ പാർട്ടിലോട്ട് നമുക്ക് പിന്നെ വരാം. അതിനെ പറ്റിയിട്ട് ഇപ്പൊ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി, അപ്പോൾ ഹിമാലയന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഹിമാലയൻ അപ്പോൾ അതുകൊണ്ടാണ് ഹിമാലയൻ ഡിച്ച് ചെയ്തു. ഒന്ന് എക്സ്പെൻസ്, പിന്നെ വെയിറ്റ് ചെയ്യാൻ അറിയുന്നുണ്ട് എന്നുള്ള സാധനം. ഇതിൽ ഭയങ്കര ലൈറ്റ് ഫീൽ ആയിട്ട് ഈസി ടു യൂസ് എന്നുള്ളൊരു ഫീൽ വന്നു. ബഡ്ജറ്റ് ഒരു 3 ലക്ഷം രൂപയ്ക്കുള്ളിലായിരുന്നു വെച്ചിരുന്നത്. 3 ലക്ഷം ആയിരുന്നു. പിന്നെ എന്റെ ബഡ്ജറ്റിൽ ശരി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ V-Strom എടുക്കും. V-Strom 250 കുറച്ച് ആൾ തപ്പി നടന്നായിരുന്നു. ശരിയാ, V-Strom 250 നോക്കി. V-Strom 250 നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അതോ അടിപൊളി വണ്ടിയായിരുന്നു, ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അതിനകത്ത് അത് എടുക്കാനുള്ള ഏറ്റവും മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഓയിൽ കൂളിങ്ങിന്റെ പേരിൽ ഒറ്റ വണ്ടിയേ ഉള്ളൂ. ജെന്യൂൻ ഓയിൽ കൂളിംഗ് പ്രശ്നമാണോ? അല്ല, എനിക്കിഷ്ടമായിരുന്നു എടുക്കാനുള്ള. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പണ്ട് അച്ഛൻ്റെ കയ്യിൽ സുസുക്കി ആക്സസ് ഉണ്ടായിരുന്നു. ഒറ്റ ഒരു ക്രാഷിന് പിന്നെ എനിക്ക് ആ സാധനം ആ വണ്ടി ഷോറൂമിൽ ഇറക്കാൻ ഞാൻ 1 മാസം എടുത്തു. എന്തുവാ സ്പെയർ പാർട്സ് കിട്ടത്തില്ല. എന്തോ വേണ്ടി വന്ന എന്ത് സ്പെയർ പാർട്സ്? ചെറുതായിട്ട് തട്ടിയതേ ഉള്ളൂ. ഫ്രണ്ടിലത്തെ ഇതങ്ങ് പൊട്ടിപ്പോയി. ആ ഫ്രണ്ടിലത്തെ ഏപ്രിൽ പൊട്ടി. അത് കിട്ടാൻ 1 മാസം എടുക്കും. അപ്പോൾ അതൊക്കെ എനിക്കത് പറ്റത്തില്ല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഈ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യും. പിന്നെ ഇതും അതുമായിട്ട് കമ്പയർ ചെയ്ത് ആളുകൾ മാറുന്ന ഒരു കാര്യമോ ഇത് TVS അല്ലേ, അത് സുസുക്കി അല്ലേ, ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ്. ഇല്ല, എനിക്ക് അങ്ങനത്തെ ഉള്ള കാര്യം അല്ല, അങ്ങനത്തെ ഉള്ള ഒത്തിരി പേർ അവരെ
ഇല്ല കാരണം നമ്മൾ ഓൾറെഡി ഈ ഫീൽഡിനകത്തുള്ള കാരണത്താൽ നമുക്ക് എല്ലാം അങ്ങനത്തെ പാർഷ്യാലിറ്റി ഒന്നുമില്ല. പാർഷ്യാലിറ്റി നല്ല വണ്ടിയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യും. അത് ബ്രാൻഡ് ഒന്നും ഞാൻ എവിടെ നിന്നാണേലും അതിനൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അത് സെറ്റപ്പ് ആക്കാൻ നോക്കും. നമ്മൾ വണ്ടി എടുക്കുന്നതും വേറൊരാൾ വണ്ടി എടുക്കുന്നതും ഭയങ്കര ഡിഫറൻസ്. ലൈക്ക് നമ്മളെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു എന്തൂസിയാസ്റ്റിക് മൈൻഡിൽ ഒരാൾ പോയി വണ്ടി എടുക്കുന്നതോ അല്ലാണ്ടൊരു വണ്ടി എടുക്കുന്നു. ഇപ്പം ആഗ്രഹം മൂത്ത് വണ്ടി എടുക്കുന്നവരുണ്ട്. അതായത് എനിക്കൊരു വണ്ടി വാങ്ങിക്കണം, കാണ്ട 4 പേര് നല്ലത് പറയണം, വലിയ തരക്കേടില്ലാത്ത ലുക്ക്, പെർഫോമൻസ്, മൈലേജ് എല്ലാം വേണം, എനിക്കൊരു 10 വർഷം അതിൽ ഓടിക്കണം. അതെൻ്റെ മൈൻഡിനകത്തുണ്ട്. ഓടിക്കത്തുമില്ല, എനിക്ക് എന്നാലും ഒരു 10 വർഷം വണ്ടി എനിക്ക് ഇരിക്കണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും 80% ആളുകൾ. ബാക്കിയുള്ള 20% ഉള്ളൂ പർപ്പസും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി എടുക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ഈ KTM, ഹിമാലയന് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലും പോയി എടുക്കുന്നത്. ഇല്ല, ഇപ്പൊ പർപ്പസ് വൈസ് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ വണ്ടിയും പർപ്പസ്ഫുള്ളി അല്ലേ? ഇല്ല, അങ്ങനല്ല. അത് പർപ്പസ് അറിഞ്ഞൊരു വണ്ടി വാങ്ങുന്നതും കാണാൻ പൊളിയാണ്, നല്ല പ്രൈസിൽ വരുന്നു, പെർഫോമൻസ്, ആൾക്കാർ വലിയ തരക്കേടില്ലാത്ത മോശമില്ലാത്ത അഭിപ്രായം പറയുന്നു ഒന്നും കണ്ടൊരു വണ്ടി വാങ്ങിക്കുന്നതും രണ്ടും രണ്ടാ. ഇല്ലല്ല, എനിക്ക് പ്രോപ്പർലി എൻ്റെ പർപ്പസ് വെച്ച് നോക്കിയപ്പോഴാണ് ഇത്ര ഈ വണ്ടികളെല്ലാം ലിസ്റ്റിലുണ്ടായിരുന്നു. KTM ഇല്ലായിരുന്നു കേട്ടോ, പക്ഷേ എന്നാ KTM അത്ര അഗ്രഷൻ എനിക്ക് വേണ്ട. ഓക്കെ, പക്ഷെ ആണ് അതേ ആഴ്ച തന്നെ നീ 390X ഓടിച്ചതാണ്. ഓടിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ മൈ ഗോഡ്, ഒരു രക്ഷയില്ല, അടിപൊളി. 250 ഓടിച്ചതാ. 250 ഓടിച്ചു. അതാ, പക്ഷെ അതെനിക്ക് പറ്റിയ വണ്ടി അല്ലായിരുന്നു. എനിക്ക് അപ്പം മനസ്സിലായി, ഒരു സുഖമില്ലായിരുന്നു. ബിഗിനേഴ്സിന് ഓക്കെയാണ്, പക്ഷെ എനിക്ക് അത് ഓക്കെ അല്ലായിരുന്നു. ഇതുമായിട്ട് ഒത്തിരി പവർ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 250 അഡ്വഞ്ചറും ഈ RTX 300 ഫീൽ ചെയ്യും, വലിക്കൂല. പക്ഷെ ആ സ്ഥാനത്ത് ഡ്യൂക്ക് 250 ഓടിച്ച് നോക്കും, അത് ജില്ലയിൽ നിൽക്കത്തില്ല. അത് ജില്ലയിൽ നിൽക്കും. അതിന്റെ വണ്ടി കിറ്റ് കയറ്റിട്ട് ADV ആക്കിയപ്പോൾ ജില്ലയിൽ നിൽക്കുന്നില്ല, വെയിറ്റ് കയറിയില്ല. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് അതെല്ലാം സെറ്റാണ്. പിന്നത്തെ അടുത്ത എൻ്റെ ചോദ്യം അതവിടെ നിൽക്കട്ടെ, അത് മതി. ബേസ് എടുക്കാണ്ട് തന്നെ ടോപ്പ് എടുത്തത് BTO എടുത്തില്ലല്ലോ, അതന്നെ. BTO നീ എടുക്കത്തില്ല, എക്സ്ചേഞ്ച് അടിക്കുക വെറുതെ. അല്ല, BTO എടുക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാൻ അത് ഒരുപാട് താമസിക്കുമെന്നൊക്കെ പറഞ്ഞു, ഭയങ്കരമായിട്ട് താമസിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ സാധനം കിട്ടിയപ്പോഴത്തേന് പല ആൾക്കാർക്ക് BTO കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് അല്ലാതെ BTO എടുക്കാൻ കഴിക്കാനൊന്നുമില്ല. BTO ഭയങ്കര ഇതെടുത്ത 2ാമത്തെ ദിവസം യാസിക്കയുടെ വണ്ടി ഇറങ്ങി, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് 2 വണ്ടി ഇറങ്ങി. അപ്പോൾ പിന്നെ ഞാൻ BTO പോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യത്തെ കുറച്ച് നാൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഓടിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ഇറ്റ്സ് ഓക്കെ, എൻ്റെ പർപ്പസിന് സെറ്റാണ്. ഞാൻ അതുപോലെ അഗ്രസീവ് ആക്കി പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ആ സസ്പെൻഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിന് ഇതിനേക്കാളും നല്ല വില കുറഞ്ഞ് നല്ല ഡീൽ, അതായത് 2.4547 lakhs ആണ് ഓൺ റോഡ് നാട്ടിലെ വന്നിട്ടുണ്ട്. ഇത് 2.75. എന്തുകൊണ്ട് ബേസ് എടുക്കാണ്ട് ഇതിലോട്ട് പോയി? വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇത് എനിക്കൊന്ന് കിക്ക് ഷിഫ്റ്റർ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ NS യൂസ് ചെയ്തപ്പോൾ അതിനകത്ത് സെയിം ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ TVS ഒരു പ്രതീക്ഷയുണ്ട്, കിടിലൻ ഡാറ്റ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് സെറ്റപ്പ് ചെയ്യത്തുള്ളൂ എന്നുള്ളത്. അതൊന്ന്. പിന്നെ ഈ സാധനം ഇതെനിക്ക് വേണം പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യായിരുന്നു, പക്ഷേ എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഇത് ഒന്ന് നോക്കി. പിന്നെ ഇത് DRL. ഓക്കെ, ആനിമേഷൻ എല്ലാം ആനിമേഷൻ ഏതായാലും എടുക്കുക. എന്താ മാപ്പ് മിററിങ്? അത് നോ എന്നാ ഇല്ല, താല്പര്യം. നമുക്ക് ഒരുപാട് പേര് അത് ഇതിലോട്ട് നോക്കുന്നത് ഇതിൽ ഗൂഗിൾ മാപ്പ് മിററിങ് ഉണ്ടെന്നുള്ള ഒരു പക്ഷേ ഞാൻ ആ ഹിമാലയൻ്റെ കേസിൽ കുറെ കണ്ടതാണ്. ആക്ച്വലി അത് വർക്കൗട്ട് ആയിട്ടില്ല. മാപ്പ് മിററിംഗ് ആണ് ചെയ്യുന്നത്, അല്ലാതെ അതിനകത്ത് ഇൻബിൽഡ് മാപ്പ് ഇല്ല. അപ്പോൾ ഫോണിൻ്റെ ബാറ്ററി ചുമ്മാ ഡ്രെയിൻ ഔട്ട് ആവും. അത് ഓൾറെഡി ഞാൻ തൃശ്ശൂർ പോയപ്പോൾ ടെസ്റ്റ് ഔട്ട് ചെയ്തതാണ്. 80% ചാർജ് വെച്ചിട്ട് ഞാൻ തൃശ്ശൂർ വരെ എത്തിയപ്പോൾ എൻ്റെ ഫോൺ ഓഫായി. അതുപോലെ ബാറ്ററി ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം വൈഫൈ, ബ്ലൂടൂത്ത്, സകലമാന സാധനം കണക്ട് ചെയ്യുന്നുണ്ട്. ടൺ കണക്കിനുള്ള ഡാറ്റയാണ് അതിനകത്തൊന്ന് കിട്ടുന്നത് നമുക്ക്. എനിക്കിത് ടൺ കണക്ട് ഡേറ്റ കിട്ടും. അതിന് പക്ഷേ മൊബൈൽ അത്ര ഊറ്റേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് ഒപ്റ്റിമൈസ്ഡ് അല്ല, പുവർ ആപ്പ് ഒപ്റ്റിമൈസേഷൻ ആണ്. ബാറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യും. അതുകൂടാതെ ആപ്പ് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷനും കൊടുക്കുക. ഫുൾ ആക്സസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂ ആണ്, ഭയങ്കരമായിട്ട് വലിക്കുവാണ്. അതോടെ ടാങ്ക് റേഞ്ച് എങ്ങനെയുണ്ട്? 12 ലിറ്റർ ടാങ്കേ വരുന്നുള്ളൂ. അടിച്ചാൽ കോഴിക്കോട് ചെല്ലുമ്പോൾ 10 ലിറ്റർ തീരും. ഒരു 300 കിലോമീറ്റർ ഓടും. മൈലേജ് എന്തോ കിട്ടുന്നുണ്ട് ഇപ്പോൾ? മൈലേജ് ഞാൻ ആദ്യം ഓടിച്ചപ്പോൾ എനിക്ക് 27 ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചുമ്മാ വണ്ടി ഞാൻ ഉരുട്ടിയപ്പോൾ 19 കാണിച്ചു. അപ്പോൾ എനിക്കത് അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ 19 കാണിക്കുന്നതുള്ളൂ. ഞാൻ അപ്പോൾ എൻ്റെ വരുമാന സ്രോതസ് കൂട്ടണമല്ലോ എന്തൊക്കെയാണോ കോഴിക്കോട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തെ ഞാൻ പിന്നെ കുറച്ചും കൂടെ ഇപ്പോൾ ഓടിച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേനെ 27, 28, 29, 30 വരെ മൈലേജിൻ്റെ എനിക്ക് 35 കിട്ടുന്നുണ്ട്. എനിക്കറിയത്തില്ല, എന്താ പഴയ ഓടിയരാണ് ഓടിക്കുന്നത്. പഴയ ഓടിയൊന്നും അല്ല, സ്പീഡ് ലിമിറ്റുകളിൽ സാധാരണ രീതിയിലാണ് ഞാൻ ഓടിച്ചത്. 75 വരെയാണ് ഞാൻ പോയ ഒരു സ്പീഡ്. ആ പോയ സ്പീഡ് എഞ്ചിനൊട്ട് സ്ട്രെസ് കൊടുക്കാനാണ് ഞാൻ പോയത്. കാരണം ഞാൻ പറഞ്ഞതല്ലോ നിന്നോട് ഇതിന് 36 കിട്ടുമെന്ന്. ഞാൻ ഷിമയിൽ ഓടിച്ചതാണ്. എനിക്ക് 40-41 കാണിക്കും. പക്ഷെങ്കിൽ അതെനിക്ക് ഒട്ടും വർക്കൗട്ട്. ഞാൻ ഓടിച്ചപ്പോൾ എനിക്കത് വർക്കൗട്ട് 40 പോകും. അത് അതുപോലെ നീ സ്പ്ലെൻഡർ ഓടിക്കും.
ഇല്ല എഞ്ചിൻ അങ്ങനെ അതിൽ സ്ട്രെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സാധനത്തിന്റെ ഒരു ഗുണം അതാണ്, നിനക്ക് 6th ഗിയറിൽ ഇട്ടിട്ട് 60 പോകാം. ഇപ്പൊ നേരത്തെ ഇപ്പം ജിക്സർ എക്സ്പൾസ് ഒക്കെ വിടുക, ബിഗർ ADVs ഹിമാലയൻ ആയിക്കോട്ടെ, ADV 390 ആയിക്കോട്ടെ, നടപടിയാവുന്നില്ല. നീ 4th ഗിയറിലോ 5th ഗിയറിലോ റബ്ബപ്പ് നിനക്ക് ഫുൾ ടോപ്പ് ഗിയർ ഇടാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ നിനക്ക് ടോപ്പ് ഗിയർ ഇട്ടിട്ട് ആ സ്പീഡിൽ പോകാം. അതാണ് ഇതിന്റെ USP. അത് നിനക്ക് ഒരു ഡെയിലി കമ്മ്യൂട്ടറായിട്ട് ഇത് യൂസ് ചെയ്യാം, അഡ്വഞ്ചർ ബൈക്ക് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ മൈലേജിനകത്ത് ഞാൻ കോൺഫിഡന്റ് ആണ് ഈ സാധനത്തിനകത്ത്. 35-32 ആവറേജ് ആണ് എന്റെ. 32 വരെ നിനക്ക് കിട്ടും. അപ്പൊ അത് നീ ഇപ്പൊ ടൂറിങ്ങും നിന്റെ സിറ്റി ലോഡിലും നിന്റെ അഗ്രഷനും എല്ലാം കഴിഞ്ഞിട്ട് മൈലേജ് എന്ന് പറഞ്ഞു ഓടിച്ചാൽ 35 ഷുവർ ആയിട്ട് കിട്ടും. പക്ഷേ വണ്ടി ആക്ച്വലി നമ്മളെ ഉണ്ടല്ലോ പുഷ് ചെയ്യിപ്പിക്കും, 18 ചെയ്യിപ്പിക്കും. കൈ കൊടുത്തോ മോനെ, കൈ കൊടുത്തോ, കുറച്ചുകൂടെ കൊടുത്തോ. നമ്മൾ അറിയത്തില്ല, നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുത്ത് നമ്മൾ പോകും. നമ്മൾ കാരണം റോഡ് ഓപ്പൺ ആണ്, വണ്ടി ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ബ്രേക്കിംഗ് എല്ലാം സെറ്റാണ്. നമ്മൾ അറിയത്തില്ല, നമുക്ക് മുടിച്ചാൽ കംഫർട്ടബിൾ ആണ്, അവൾ സുഖമായിട്ട് ഇങ്ങനെ പോകും. നമ്മൾ അറിയത്തില്ല 80-90 അത് ചോദിച്ചപ്പോൾ ഹൈവേ ക്രൂസിംഗ് സ്പീഡ് 130 അല്ല സോറി 120 130 സോറി അല്ല 139 ഞാൻ ഹൈവേ ടോപ്പ് അടിച്ചായിരുന്നു ഞാൻ പറഞ്ഞു. കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പോയില്ല, സർവീസിന് മുന്നെയാണ് നിന്റെ വാറന്റി പോയടാ. അത് ഭയങ്കര വേസ്റ്റ് ആണ്. 80 to 90 വൈബ്രേഷൻ ആണ്, ഭയങ്കര വൈബ്രേഷൻ ആണ്. 80 to 90 ഭയങ്കര ഫീൽ ചെയ്യും. നീ വൈബ്രേഷൻ ഇല്ലാതെ വൈബ്രേഷൻ റേഞ്ചിനകത്ത് കയറുമ്പോൾ ഞാൻ പറയാം 80 to 90 എനിക്ക് വണ്ടി ഹാർഷാണ്. ഹാർഷാണ് ഹാൻഡിൽ. അതായത് അതിന് താഴോട്ട് വണ്ടി സ്മൂത്ത് ആണ്, അതിന് മേളിലോട്ടും വണ്ടി സ്മൂത്ത് ആണ്. അതാണ് അതിന് താഴോട്ട് വണ്ടി സ്മൂത്ത് ആണ്. പക്ഷെ 80 to 90 എന്ന് പറയുമ്പോൾ നോർമൽ കണ്ടീഷനിൽ നമ്മുടെ സാധാരണ ഉള്ളത്. പക്ഷെ ആ സ്പീഡ്സിൽ വണ്ടി കുറച്ച് ഹാർഷാണ്. ഇപ്പോൾ ഫുട് പക്കയില് ഹാൻഡിൽ ബാറിലൊക്കെ വൈബ്രേഷൻ അറിയാം. പക്ഷെ അതിന് മണ്ടേക്കോട്ട് സ്മൂത്ത് ആട്ടോ. ഒരു 100-120 കയറുമ്പോൾ വണ്ടി ഭയങ്കര സ്മൂത്ത് ആവും. ആ വൈബ്രേഷൻ അങ്ങ് ഇല്ലാണ്ടാക്കും. ഈ സാധനം ഹിമാലയനും ഉണ്ടായിരുന്നതാണ്. അത് പക്ഷേ സ്പീഡ് റേഞ്ച് മാറും. എനിക്ക് തോന്നുന്നു ആ ഒരു എഞ്ചിൻസിന്റെ റെസൊണൻസ് സോൺ ആണ് അത് ആയിരിക്കാം. നീ സിറ്റി നീ എന്തായാലും 80-90 ഓടിക്കുന്നില്ല. നൈസായിട്ട് 80-90 പോകുന്ന സിറ്റീസുകളുണ്ട്. തൃശ്ശൂരിലൊക്കെ പോയത് വെളുപ്പിനെയാ പോയത്. ആ സമയത്തൊക്കെ നമുക്ക് 80-90-60-70 ഒക്കെ ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോഴത്തേന് അത് വണ്ടി വളരെ ഈസി എഫേർട്ട്ലെസ്ലി ആണ് നമുക്ക് ആ ഒരു സ്പീഡ് കൊണ്ടുപോകുന്നതും കോൺഫിഡൻറ്റ് നമുക്ക് പോകാനും പറ്റുന്നത്. അവിടെ വെച്ച് നോക്കുമ്പോഴത്തേന് അവിടെ ആ വൈബ്രേഷൻ നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ വൈബ്രേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ചുകൂടെ സ്പീഡ്, അല്ലെങ്കിൽ സ്പീഡ് ഒത്തിരി കുറയ്ക്കേണ്ടി വരും. അല്ല പിന്നെ ഒത്തിരി നമ്മൾ ചെയ്യുന്ന സ്പീഡ് കൂട്ടലാണ്. ഇതൊരിക്കലും നിങ്ങൾ ആ സ്പീഡ്സിൽ പോകണമെന്നല്ല പറയുന്നത്. ഇപ്പം ഇവന് ഫീൽ ചെയ്ത പോലെ നിങ്ങൾക്ക് ആ വൈബ്രേഷൻസ് അത്രയും തോന്നണമെന്നില്ല. അതൊക്കെ ഓരോ ആളുകളുടെ റൈഡിങ് സ്കില്ലിനനുസരിച്ചും റൈഡിങ് എക്സ്പീരിയൻസിനനുസരിച്ചും മാറുന്ന കാര്യമാണ്. അതായത് ഇത് കേട്ടിട്ട് നിങ്ങൾ നാളെ RTX 80-90 വൈബ്രേഷൻ 110 പോയേക്കാന്ന് പോയി അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഉത്തരവാദികളല്ല. നമ്മൾ ഒരു കാര്യത്തിലും ഉത്തരവാദികളല്ല. ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആകുക എന്ന് പറയുന്നത് ഒരു 18 വയസ്സിന് മേൽ പ്രായമുള്ളവരൊക്കെ അത് പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തി അവരെ ചെവ അടിച്ചു പറിക്കണം. നിങ്ങൾക്ക് ഇത് കേൾക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാം. ഇൻസ്പയർ ആകാനൊന്നും ഇല്ല ഇതിനകത്ത്. സാഹചര്യങ്ങൾ നോക്കി ചെയ്യുക, അല്ലാണ്ട് 150 പോകുമ്പോൾ. അല്ലാതെ എനിക്ക് അവിടെ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഞാൻ 80-90 അല്ല പോയാൽ കൺട്രോളൊക്കെ ഉള്ള സിറ്റുവേഷൻ. പക്ഷേ അത് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ്. അതെ, ഈ സാധനം കിട്ടിയതെല്ലാം റെഡിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ബോധർ ഔട്ട് ആകേണ്ട കാര്യമില്ല. എനിക്കൊരു ടോപ്പ് റാക്ക് മേടിച്ച് ഇനിയും കുറച്ച് ആക്സസറീസ് കയറാനുണ്ടല്ലോ. ഇതിപ്പോൾ ഇന്ന് വെച്ചതല്ലേ ഈ നക്കിൾ ഗാർഡും ബീക്കും ഗാർഡും. ഇനി ബാഷ് പ്ലേറ്റ് മാറ്റണ്ടേ? ബാഷ് പ്ലേറ്റ് വേണം. എനിക്ക് റേഡിയേറ്ററിന്റെ ഫ്രണ്ടിലത്തെ ആ ഗാർഡ് വേണമെന്നുണ്ട്. പക്ഷേ അതൊന്നും സൈറ്റിൽ അവൈലബിൾ അല്ല. അതെ, TVSന്റെ സൈറ്റിൽ ഇന്നിപ്പോൾ അവൈലബിൾ ആണ്. രാവിലെ 5 മണിക്ക് എണ്ണീച്ച് നോക്കി അവൈലബിൾ ആണ് കാണുന്നെങ്കിൽ 6 മണിക്ക് സോൾഡ് ഔട്ടാണ് കാണിക്കുന്നത്. ആരൊക്കെ എനിക്കറിയത്തില്ല കുത്തിയിരുന്ന് ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന എല്ലാ ബോട്ടോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പടപടാന്ന് ഓർഡർ ചെയ്യാൻ. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് ഇതാണ് വിൻ ബഫറ്റിംഗ്. എൻ്റെ ഹൈറ്റിനുണ്ട് വിൻ ബഫറ്റിംഗ്. നിനക്ക് എത്ര ഹൈറ്റ് ഉണ്ട്? 170 അങ്ങനെയുണ്ട്. ബഫറ്റിംഗ് അടിക്കുന്നുണ്ട്. ബഫറ്റിംഗ് അടിക്കും, നമ്മളത് റിയലൈസ് ചെയ്യും. പക്ഷെ അതിൽ കണ്ടിന്യൂസ്ലി ഒരു 10 മിനിറ്റ് ഓടിച്ച് കഴിയുമ്പോൾ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. വേറെ പ്രശ്നങ്ങൾ വരട്ടെ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്കത് എക്സ്റ്റൻഡർ വെക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. വെച്ചിട്ട് സെറ്റ് ആവുമായിരിക്കും, എനിക്കത് അറിയത്തില്ല. പക്ഷെ കാര്യം വേറെ അടുത്തതെന്താ? പിന്നെ ഇതിങ്ങനെ തിരിഞ്ഞു വരും. സ്പീഡിൽ പോകുമ്പോഴത്തേന് ഈ സാധനം ലൂസായിട്ട് തിരിഞ്ഞു വന്നു. അത് കറങ്ങി ഇങ്ങോട്ട് വന്നു. അത് എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്ത്? അതിന്റെ ഇടയിൽ നമ്മൾ മറ്റേ റബ്ബർ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോയി. അതിപ്പോ ഓട്ടത്തിൽ ഇത് കാറ്റടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരും. പിന്നെ ഇങ്ങനെ ഇരിക്കും ലിവർ. അപ്പൊ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം. സാധാരണ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇത് കറങ്ങി ഇങ്ങോട്ട് വരും. ഓക്കെ, ഐറ്റങ്ങൾ വരട്ടെ. ഇവിടെ ആക്സസറീസ് ലിസ്റ്റ് സൈറ്റ് എന്നും അപ്ഡേറ്റ് ആവുക. ഒരു സാധനം കൊടുക്കും, ഒരു സാധനം റിമൂവ് ചെയ്യും, ഒരു സാധനം റിമൂവ് ചെയ്യും. ഇത് തന്നെയാണ് നടക്കുന്നത്. ഇതൊക്കെ നോക്ക്, നിങ്ങൾക്ക് ഇതൊന്നും കിട്ടൂല സൈറ്റിൽ. ഹൈറ്റ് എങ്ങനെ ഉണ്ട് വണ്ടിയുടെ? കാല് കുത്താൻ പറ്റുന്നുണ്ടോ ഈ ഹൈറ്റിൽ? ഞാൻ ടിപ്ടോ ആണ്, പക്ഷെ ഹൈറ്റ് ഇല്ലെങ്കിൽ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? ഉഷയൻ സീറ്റിംഗ് കംഫർട്ട്. സിംഗിൾ സ്ട്രെച്ചിൽ ഞാൻ ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ, 300 കിലോമീറ്റർ ഇങ്ങോട്ട് സിംഗിൾ സ്ട്രെച്ചിൽ വീട്ടിൽ വരെ ഞാൻ ബ്രേക്ക് എടുക്കാതെ വന്നു. രാമനാട്ടുകാരെ നേരെ പത്തനംതിട്ട തടിയൂർ വരെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ വരുമായിരുന്നു. നിർത്തിയേ ഇല്ല, എടുക്കാൻ പോലും നിർത്തിയില്ല, ഇങ്ങനെ വരുമായിരുന്നു. അതെനിക്ക് ടെസ്റ്റ് ചെയ്യണമായിരുന്നു, എനിക്ക് പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി പറ്റും. വണ്ടി ഓടിക്കുക, ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ചന്തിക്ക് തുടയ്ക്കുകയോ അങ്ങനത്തെ ഉള്ള ചന്തിക്ക് തന്നെ വേദന എടുക്കും. എണ്ണീച്ചങ്ങ് നിൽക്കുക.
5 മിനിറ്റ് എണ്ണീച്ച് ഓടിച്ച് അടുത്ത 100 കിലോമീറ്ററിലേക്ക് വീണ്ടും കൊണ്ടുപോയി. അത് സെറ്റായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എണ്ണിച്ച് നിൽക്കാനാണെങ്കിലും ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെ മുട്ടുകൊണ്ട് കറക്റ്റായിട്ട് ഗ്രിപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് എനിക്ക് സ്റ്റിൽ ഒരു ഇത് വേണം, പാടൊട്ടിക്കണം ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അതൊക്കെ ആദ്യം എങ്ങനെയാണ് എണ്ണീച്ച് നിന്ന് ഓടിക്കേണ്ടത് എന്ന് പഠിച്ചിട്ടുള്ള ആളുകൾക്കുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സാധാരണക്കാരൊന്നും ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങളൊന്നും അങ്ങനെ എണ്ണീച്ച് നിന്ന് ഓടിക്കാൻ പോകുന്നില്ല. ഇൻ കേസ് ഇനി നിങ്ങൾ പഠിച്ചിട്ടാണെങ്കിൽ നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സെൻസിബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഹെഡ്ലൈറ്റ് എങ്ങനെ ഉണ്ട്? അത് പറയട്ടെ, ഞാൻ RTR 310 തൊട്ടേ ഞാൻ TVS ഹെഡ്ലൈമ്പിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് മനസ്സിലായത് വെച്ചാൽ കോഴിക്കോട് ഹൈവേ ഇങ്ങോട്ട് വരുമ്പോൾ 3 വരി പാതയല്ലേ, അതിൻ്റെ നടുക്കത്തെ വരി കൂടെ വരുവാണെങ്കിൽ അങ്ങേ അറ്റം ടു ഇങ്ങേ അറ്റം ഫുള്ള് കവർ ചെയ്യും, വെട്ടം ഇങ്ങനെ അങ്ങ് കവർ ചെയ്യും ബ്രോഡായിട്ട്. പക്ഷേ ഓപ്പോസിറ്റിൽ നിന്ന് കാർ വരുമ്പോൾ അവർ ഫുൾ ഹൈവേ വിട്ടാണ് കാണിക്കുന്നത്. അന്നേരം ഞാൻ ഹൈവേ എൻ്റെ കാണിച്ചു കൊടുക്കും. അന്നേരം അങ്ങ് അവർ ലോബിയുമാക്കും. ഇതിൻ്റെ വണ്ടിയുടെ വെട്ടം കണ്ടു കഴിഞ്ഞാൽ ഹൈവേമാന്നേ വിചാരിക്കത്തുള്ളൂ അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ. ഇതിലും ഫോഗ് ലാമ്പൊക്കെ കയറ്റുന്നതിൻ്റെ കണ്ണ് കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏത് വണ്ടി കിട്ടിയാലും ഈ ഫോഗ് ലാമ്പ് കയറ്റുക എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി ഐറ്റം ആയിട്ടാണ്, പ്രത്യേകിച്ച് അഡ്വഞ്ചർ ബൈക്സിൽ. ഹൗ മച്ച് ലൈറ്റ് ഈസ് വിൻഡോ ലൈറ്റ് എനിക്കറിയാൻ മേലത്തോണ്ടിരിക്കുക. ഓക്കെ, വെട്ടാന്ന് പറയാം, ഹിമാലയന് വെച്ചോ, ഒരു വിഷയമില്ല, ഹിമാലയൻ്റെ ശോകമാണ് ഹെഡ് ലാമ്പ്. പക്ഷേ KTM 390 അഡ്വഞ്ചറിൻ്റെ നല്ല ഹെഡ് ലാമ്പ്, അതിലും കയറ്റും. പോട്ടെ, കയറ്റിക്കോ. ഇത് യൂസ് ചെയ്ത് നോക്ക്. ഇത് യൂസ് ചെയ്തിട്ട് 4 ഫോഗ് ലാമ്പൊക്കെ വെച്ച വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. 4 ഫോഗ് ലാമ്പ്, സൂര്യൻ ഉദിച്ച പോലായിരിക്കും വണ്ടി എതിരെ വരുന്നത്. എനിക്കതിന് എത്രയും കണ്ണ് കാണാത്തതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഫോഗ് ലാമ്പിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഫോഗ് ലാമ്പ് അനാവശ്യമായിട്ട് നീ ഉപയോഗിച്ച് കഴിഞ്ഞാണല്ലോ, പിന്നെ നിനക്ക് അതില്ലാണ്ട് പറ്റാതെ വരും. അതില്ലാണ്ട് ഒരു വണ്ടി ഓടിക്കാൻ പറ്റാതെ വരും. ഒട്ടും ലൈറ്റ് ഇല്ലാത്ത പോലെ ഫീൽ. നിന്റെ കണ്ണ് അതിന് വേണ്ടി ട്രെയിൻ. ചിലർക്ക് അത് എടുത്തു കഴിഞ്ഞാൽ ലാമ്പ് കയറ്റിയില്ല, അല്ലെങ്കിൽ കുറച്ച് ഇരുമ്പ് കയറ്റിയില്ലെങ്കിൽ ഇരുമ്പും കയറ്റേണ്ട ഒരു ഇരുമ്പ് ഇപ്പം പ്രൊട്ടക്ഷനാണ്, അത് പേടിയാണ് ആളുകൾക്ക്. കാല് കുത്താണ്ട് പറ്റാണ്ട് അങ്ങനെ ചരിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ടാങ്ക് പൊട്ടുമോ, അത് പൊട്ടുമോ, ഇത് പൊട്ടുമോ എന്നൊക്കെയുള്ള സാധനം. പിന്നെ ബ്രേക്സ് എങ്ങനെയുണ്ട്, ടയർ എങ്ങനെയുണ്ട്? ടയർ വിഷയം, ബ്രേക്ക് യൂറോ ഗ്രിപ്പ് അല്ലേ വന്നേക്കുന്നത്, എക്സ്പ്ലോർ പ്ലസ് അല്ലേ. കോർണറിങ്ങിൽ ബ്രേക്കിങ്ങിൽ കോർണറിങ് ചെയ്യാൻ പറ്റും, ബ്രേക്കിംഗ് ചെയ്യാൻ പറ്റും, മറ്റേ ലൈൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും. കോർണർ എൻട്രി ഒക്കെ സുഖമാണ്. ഇത് ഓടിച്ചപ്പോൾ മനസ്സിലായില്ലായിരുന്നു, ഒരു കോർണർ ടു അടുത്ത കോർണർ വിഷയമാണ്. ആ ബ്രേക്ക് ഡൈവ് കൂടെ മാറി കിട്ടും. ആണോ? ഡൈലും ചെയ്യാം. വലിയ ഡൈവ് ഇല്ലല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞ മീൻസ് ഈ മറ്റേ സംഭവം ചെയ്യാനാണ്, ലേറ്റ് ബ്രേക്കിംഗ് ചെയ്യാനാണെങ്കിൽ. ലൈറ്റ് ബ്രേക്കോ നോർമൽ ബ്രേക്കോ, ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്താലും അഡ്വഞ്ചർ ബ്രേക്കിന്റെ ഒരു ചെറിയ ഡൈവ് ഉണ്ട്. ലൈക്ക് മേ ബി വലിയ സസ്പെൻഷൻ ട്രാവൽ കൂടിയ വണ്ടികൾ കൂടുതൽ ഡൈവ് ചെയ്യും. ഇല്ല, പക്ഷേ ഇത് ഹിമാലയൻ ഓടിച്ചപ്പോൾ നല്ല ഹിമാലയ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആണ്. ലൈക്ക് അത് കുറച്ചുകൂടെ പ്രീമിയം സസ്പെൻഷൻ ആണ്. പക്ഷെ അതിന് ഡൈവ് ചെയ്യുന്നുണ്ട്. ഡൈവ് അത്രയ്ക്കില്ല, അത് പക്കാ കൺട്രോൾ. അല്ല, വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ട്രാൻസ്ഫർ ആവും, പക്ഷേ ഇതിന് ഒരു ഇങ്ങനെ ഒരു കുത്തു അതില്ല, അത് എക്സ്പൾസ് കുത്തും. ഇത് കൈൻഡ് ഓഫ് ഈ സ്റ്റോക്ക് സസ്പെൻഷൻ കുത്തുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഒരു എല്ലാവർക്കും കംഫർട്ട് വേണം എന്നുള്ള രീതിക്കാണ് ചെയ്തേക്കുന്നത്. നിനക്കത് ഓഫ് റോഡും ഭയങ്കര കൺട്രോളിംഗ് ആണ്, ഓൺ റോഡും കൺട്രോളിംഗ് ആണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ BTOയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റിഫ് ആക്കി കഴിഞ്ഞാൽ ഓൺ റോഡ് ഭയങ്കര ഫീഡ്ബാക്ക് കിട്ടും. ഇപ്പോൾ കോർണർ എടുത്ത് തന്നെ ഡബിൾ എൻജോയിൽ നിനക്ക് കോർണർ എടുക്കാം, കുറച്ചുകൂടെ ഫ്രണ്ട് ഫീഡ്ബാക്ക്, ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് എല്ലാം കിട്ടും. അതുപോലെ തന്നെ നിനക്ക് ഓഫ് റോഡ് ഇറങ്ങുമ്പോഴേക്ക് സോഫ്റ്റ് ഡൗൺ ആക്കി കഴിഞ്ഞാൽ ഓഫ് റോഡിലും കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ മീൻസ് അത്ര അതിനാണ് BTO. സാധാരണ റോഡ് നീ ഓടിക്കുന്ന ആൾക്ക് BTOയുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ വണ്ടിയെ കാണിച്ച പോലത്തെ കാണീരൊന്നും ഈ പറയുന്ന മറ്റാൾക്കാർ ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോൾ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. പക്ഷേ ഇത് എടുത്തതിൽ 80% ആൾക്കാരും ചെയ്യത്തില്ല. അതാണ് ഒരു സമാധാനത്തിൽ ക്രൂസ് ചെയ്ത് അഡ്വഞ്ചർ ടൂറർ ബൈക്കാണ്. ആക്ച്വലി ഇതൊരു 70% ഇതൊരു ടൂററാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇത് മറ്റേ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നൈസായിട്ട് കോർണർ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മറ്റേ സംഭവം ഓർത്ത് പനികാലെ മൾട്ടിസ്റ്റാഡ V4ഉം അനികാലെ മൾട്ടിസ്റ്റാഡ എന്തോ ഡുകാട്ടി മൾട്ടിസ്റ്റാഡ V4ഉം പിന്നെ മറ്റേ പാനമേരിക്കയൊന്നും അങ്ങനെ കോർണർ ആവത്തില്ല. പക്ഷെ മൾട്ടിസ്റ്റാഡ V4 ആവും. ഇരുന്നുകൊണ്ട് തന്നെ കോർണർ ചെയ്യാൻ പറ്റും. അതൊരു പരിപാടിയിലാണ്. അന്ന് ഞെട്ടിയതാണ്, ഇരുന്നുകൊണ്ട് ഈ വണ്ടി കോർണർ ചെയ്യാൻ പറ്റും. പക്ഷേ BMW പറ്റത്തില്ല. BMW മറ്റേ ബോക്സി സസ്പെൻഷൻ ആയ കാരണത്തിൽ അത് ബോക്സർ എഞ്ചിൻ ആയ കാരണം അത് വർക്കൗട്ട് ആകത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കണ്ടിട്ട് ഈ വണ്ടിയിൽ ചെയ്തപ്പോൾ കൈൻഡ് ഓഫ് ആ ഒരു ക്യാരക്ടർ ഫീൽ ചെയ്തു. ഇനി ഇപ്പം അതിൻ്റെ കമൻറ്റ് നിങ്ങൾ അടി കിട്ടുമായിരിക്കും. കിട്ടും. ബട്ട് ഞാൻ കൈൻഡ് ഓഫ് ആ ഒരു പനികലയുടെ ആ ഒരു റിവ്യൂ പെട്ടെന്ന് എൻ്റെ മൈൻഡിലായിരുന്നു. മൾട്ടിസ്റ്റാഡ് ഡുകാട്ടി മൾട്ടിസ്റ്റാഡ് ആ ഒരു റിവ്യൂ എൻ്റെ മൈനകത്ത് കയറിയായിരുന്നു. തള്ളൊക്കെ മതി. ഇപ്പൊ മൊത്തത്തിൽ വണ്ടി എങ്ങനെയാണ്, സാറ്റിസ്ഫൈഡ് ആണോ, റെക്കമെൻഡ് ചെയ്യുമോ? പിന്നെന്താ, അതുപോലെ വേറൊരു സാധനം കൂടെ ഒത്തിരി കമന്റ്സ് നമ്മുടെ വീഡിയോസിനകത്ത് തന്നെ കമന്റ് കൂടെ വരുന്നതാണ്. ഈ ഫസ്റ്റ് വാച്ച് വണ്ടികളൊന്നും എടുക്കരുത്, അതൊക്കെ ചവറാണ്. ഈ ഇങ്ങനെ റിഫൈൻ ചെയ്ത് കൊണ്ടുവരും ബ്രാൻഡ്. 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പെടയാക്കും വണ്ടി. അങ്ങനെ എടുത്താൽ പോരായിരുന്നു, എന്തിനാ ഇപ്പോഴേ എടുത്തേ? അതൊന്നും അങ്ങനെ അതോ വെറും മിത്താണ്.
മിത്തല്ല, ഒരു പരിധി വരെ ഒരു ശതമാനം ഞാൻ അതിനകത്തൊരു പറയട്ടെ, ഇതുണ്ട്. ഒരു പരിധി വരെ എനിക്കത് പറയാൻ പറ്റത്തില്ല. ഇത്രയും എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് വർഷങ്ങളായിട്ട് ഡെവലപ്പായിട്ട് 2026 വന്ന് നമ്മളെത്തി. ഇനി നീ 2028 വെയിറ്റ് ചെയ്യുവാണ് വണ്ടി മേടിക്കാനായിട്ട്. 2028 ഈ പറയുന്ന വണ്ടി കുറച്ചുകൂടി റിഫൈൻഡ് ആവും, അപ്പോൾ ഞാൻ മേടിച്ചത്. അങ്ങനെ 2029 30 ഇതിലും റിഫൈൻഡ് ആവത്തില്ല. അതെ അന്നേരം മേടിച്ചാൽ പോരെ. അതെ. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഓരോരുത്തർ ഓരോ കാരണം കണ്ടുപിടിക്കാൻ എനിക്ക് വണ്ടി എടുക്കാതിരിക്കാൻ വേണ്ടി. അതൊക്കെ ഓവർ തിങ്കിങ്. അത്രയും ചിന്തിക്കാൻ നിങ്ങൾ അത്രയും കൺസേൺ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. ഈ നാട്ടുകാരോട് വന്ന് അങ്ങനെ എടുത്തു വന്നു കേട്ടോ. അതൊന്നും ആരെയും പറയുന്ന കാര്യം. ആണ് ഞാൻ പറയാം, അതല്ലോ അല്ലത് ഇങ്ങനെ എടുക്കുന്ന നല്ലത്. നിന്റെ പർപ്പസ് വാറണ്ടി എന്ന് പറയുന്ന ഒരു സാധനം വണ്ടിക്ക് കമ്പനി തരുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വള്ളി വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ഓഫ് ചെയ്യാനാണ്. അങ്ങനെ ഒരു ബ്രാൻഡ് അത് ഓഫർ ചെയ്യുമ്പം ഈ അനാവശ്യ പേടികൾ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞു. മെയ് ഓക്കെ 2 വർഷം കഴിഞ്ഞ് മതി, 2 വർഷം കഴിഞ്ഞ് എടുത്താൽ മതി. ആദ്യം നീ ഹീറോയുടെ കാര്യം പറഞ്ഞു. നീ സെഗ്മെന്റ് എടുത്ത് നോക്കാം, സെഗ്മെന്റ് വൈസ് എടുത്ത് നോക്കാം. ഹീറോ മോട്ടോർ സൈക്കിൾസ് ആർ ഓൾവേസ് ചീപ്പർ ഇൻ ദ സെഗ്മെന്റ് പ്രൈസ് വൈസ്. 5 വണ്ടി ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഹീറോയുടെ വണ്ടിയായിരിക്കും. അത് അവരുടെ ഒരു ഐഡിയോളജിയാണ്. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വണ്ടി കൊടുക്കുക. ഇല്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നീ മാവറിക്ക് ഓടിച്ചായിരുന്നു. അവർക്ക് വിളിച്ചാണ് നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ചീപ്പറാണോ? ചീപ്പ് അല്ലത്, അത് നല്ലൊരു ബിൽഡ് ഫീൽ ഉണ്ട്. അതുപോലെ എക്സ്ട്രീം 250 നല്ല വണ്ടിയാണത്. അതിനെന്തൊക്കെ എഞ്ചിനീയറിംഗ് സൈഡ് എനിക്ക് ചീപ്പ് ഫീൽ വന്നിട്ടില്ല. അപ്പോൾ ഹീറോയ്ക്കും പറ്റും, ചെയ്യുന്നുമുണ്ട്. പക്ഷെ എന്നാലും നീ നോക്ക്, ഡ്യൂക്ക് 250 അല്ലെന്നുണ്ടെങ്കിൽ വേറെ 250 കമ്പയർ ചെയ്യും. നിങ്ങൾക്ക് 2.25 ലക്ഷത്തിന് ആ വണ്ടി ഓൺ റോഡ് ഇറക്കാൻ പറ്റും. 1 ലക്ഷം. അതാണ് ഞാൻ ഡ്യൂക്ക് 250 ഹീറോ വണ്ടി പെർഫോമൻസിൽ. പക്ഷേ ചില കാര്യങ്ങളിൽ അവിടെ ഇവിടെ കുറച്ച് ബ്രേക്കിംഗ് കോംപ്രമൈസ് ഉണ്ട്. ഇതുപോലെ ക്വാളിറ്റി, ചില പാർട്സ് ക്വാളിറ്റി ഇഷ്യൂസ് അങ്ങനത്തെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ ഒന്നിനെയും നമുക്ക് ഒറ്റ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഹോണ്ട എല്ലാവരും പ്രകീർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹോണ്ടയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടിയുണ്ടോ ഇപ്പോൾ ഇവിടെ? എന്തുവാ കൊള്ളേ? ഇപ്പോൾ യൂണിക്കോൺ CB300F നിർത്തി, 6ന്റെ കാര്യത്തിൽ തീരുമാനമാക്കി. ഇനി എന്തുവാ 350 അതാണ് വിൽക്കുന്നത്, അത് മതി ഇവിടെ. 350 ADV കൊണ്ടത് അതിൻ്റെ ആർക്കാണ് 350 ആളുകൾ അത് ഹോട്ട് കേക്ക് ആണത്. അത് ഹോണ്ട ഇഷ്ടം പോലെ വിൽക്കുന്നുണ്ട്. എന്തിന് വേറൊരു വണ്ടി കൊണ്ടുവരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ല വണ്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിനെ ഈ ലോക്കലൈസ് ചെയ്ത് ഇറക്കിയാൽ പോലും ഹോണ്ടയ്ക്ക് ലാഭമാണ്. ചെയ്യത്തില്ല. പക്ഷേ ഞാൻ ആലോചിച്ചായിരുന്നു, CB350 എല്ലാവരും റിഫൈൻമെൻറ്റ്, സ്മൂത്ത്നെസ്, ആ വണ്ടിയുടെ കംഫോർട്ടും കാര്യങ്ങളെല്ലാം വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരാൾ ജസ്റ്റ് ഒരു ദിവസം ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് മാറുമായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. രണ്ടും 2 ഡിഫറെൻറ്റ് വണ്ടിയാണ്. പക്ഷേ രണ്ടും അറ്റ് ദ എൻഡ് ഓഫ് ദി പർപ്പസസ് ഞാൻ പറയാം. CB350 എടുക്കുന്നതിൽ മൈലേജ് കിട്ടത്തില്ല കേട്ടോ. എടുക്കുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് ഞാൻ പറയാം. അവർക്ക് ഈ പറഞ്ഞാൽ 10 വർഷം ഓടണം വണ്ടി, മസ്റ്റാണ്. ഫസ്റ്റ് ബോക്സ് അതാ. 2 ഇച്ച ഹോണ്ട. 3 അത് ഓടിച്ചു കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. എൻജിൻ വൈസ് ആയിക്കോട്ടെ, പിന്നെ ഹാൻഡ്ലിങ് നൈസാണ്. ആ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഈ റോയൽ എൻഫീൽഡ് ഓടിച്ചിട്ട് വന്ന് CB350 ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ഹാൻഡ്ലിംഗ് ആയിട്ട് CB350 ഫീൽ ചെയ്യും. ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഇറ്റ്സ് ഹോണ്ട. അതൊരു ഹോണ്ടയാണ്. മൈലേജ് ഉണ്ട്, 10 വർഷം ഓടും. 340 കിലോമീറ്റർ മൈലേജ് തരിക ഭയങ്കര സംഭവം തന്നെ. മൈലേജ് ഉണ്ട്. പിന്നെ അത് ഹോണ്ടയാണ്. എത്ര തവണ പറയുന്നത്? അതാണ് മെയിൻ. ഹോണ്ട. പക്ഷെ ആ പേര് അവർ വർഷങ്ങളോളമായിട്ട് ഉണ്ടാക്കിയെടുത്തോളൂ. പക്ഷെ എല്ലായിടത്തും ആ ഹോണ്ട ജപ്പാനും ഹോണ്ട ഇന്ത്യ ഓടിച്ചപ്പോഴത്തെ എനിക്ക് HMSI ഒന്നാന്ന് വിചാരിക്കല്ലേ. സോ ഇറ്റ്സ് എ ലോങ് വീഡിയോ. ഒത്തിരി വണ്ടിയുടെ നല്ല നല്ല ഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് ഈ വീഡിയോ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ സാഹചര്യം ഇങ്ങനെ. ഇപ്പോൾ ഇവന് നാളെ കോഴിക്കോട് പോകണം. ഇനി അല്ലെന്നുണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഒത്തിരി താമസിക്കും. പിന്നെ നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചു ഇതിൻ്റെ ഇങ്ങനത്തെ ഉള്ളൊരു പോഡ്കാസ്റ്റ് ടൈപ്പ് വീഡിയോ. മിറർ വിസിബിലിറ്റി കേട്ടോ, കഴിഞ്ഞില്ലയോ? മറന്നുപോയി പറയുന്നുണ്ട്. അപ്പം നിങ്ങളും ചോദിച്ചു. സോ ഹിയർ യു ഗോ. ജഗപൊക ഐറ്റംസ് ഒന്നും കാണത്തില്ല. ക്ലീൻ കട്ട്സ്, ലോങ് വീഡിയോ. കാണാൻ പറ്റുന്നവർ കാണുക. ക്ലിക്ക് ബേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറയാം. അതിൻ്റെ ആവശ്യമല്ല. ക്ലിക്ക് ബേറ്റ്. അയ്യോ, സൗണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സൗണ്ട് ഇഷ്ടപ്പെട്ടില്ലേ? അതിനാ റോൺ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. സൗണ്ട് ഒന്ന് കേൾപ്പിച്ചേക്കാം. ഭീകരതയോടുള്ള സൗണ്ട് ഇല്ല ഇതിന്. ഐഡലിങ് കേട്ടോ. രാത്രിയാ അതെ രാത്രിയാ. തെറ്റിമുട്ടിക്കിട്ട് ആൾക്കാർ എഴുന്നേലും പോകാം.
ഇനി അടി കിട്ടുന്ന പോയത്